നമസ്കാരം. കേരളത്തിലെ ഏറ്റവും മികച്ച MLA ആരാണെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ പേരായിരിക്കും പറയുന്നത്? 139 മണ്ഡലങ്ങളിൽ ഇപ്പോൾ നിലവിൽ MLA ഉണ്ട്. ഒരു മണ്ഡലത്തിൽ MLA ഇല്ല. PV അൻവർ രാജിവെച്ചതുകൊണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ MLA ഇല്ല. എനിക്ക് ഒരു അഭിപ്രായമുണ്ട്, അത് കോന്നി MLA ആണ്. കോന്നി MLA KU ജിനേഷ് കുമാറാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് MLA. ആദ്യം ബൈ ഇലക്ഷൻ മത്സരിച്ച് MLA ആയി. പുള്ളിക്കാരൻ MLA ആയ കാലം മുതൽക്ക് തന്നെ ഈ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെന്നാണ് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള അറിവ് മാത്രമാണ്, എനിക്ക് നേരിട്ട് പുള്ളി അറിയത്തില്ല. സാധാരണക്കാരായ ജനങ്ങളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ആരാ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരാ? എൻ്റെ അഭിപ്രായത്തിൽ അത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. പാവപ്പെട്ട ആൾക്കാരെ ഇത്ര ക്രൂശിക്കുന്ന ഒരു വർഗം എന്ന് തന്നെ പറയാം. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. ചില ആൾക്കാരുണ്ട്, വളരെ മോശമായിട്ടുള്ള ആൾക്കാരുണ്ട്, കൈക്കൂലിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ വാർത്തകളിലൊക്കെ തന്നെ കാണുന്നുണ്ടല്ലോ, എത്ര ആൾക്കാരെയാണ് കൈക്കൂലി കേസ് തന്നെ ദിനംപ്രതി കേരളത്തിൽ പിടിക്കുന്നത്. അവിടെയാണ് കോന്നി MLA KU ജിനേഷ് കുമാറിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. പുള്ളിക്കാരൻ MLA കാലം മുതൽക്ക് തന്നെ ജനങ്ങൾക്ക് വേണ്ടി മോശക്കാരായ ഉദ്യോഗസ്ഥരോട് പോരാടുന്ന വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിയോട് എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നാൻ തന്നെ ഒരു കാരണം. ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു MLA ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, അവിടെ കോന്നിയിൽ മൊത്തത്തിൽ നല്ല പ്രവർത്തനമാണ് KU ജിനേഷ് കുമാർ MLA കാഴ്ചവെച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കോന്നിയുമായിട്ടുള്ള വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. അത്രയ്ക്ക് നല്ല MLA ആണ്. ഇനിയും പുള്ളി ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.